ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എണീറ്റ് വന്നതും നേരെ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. കാര്യം ഫ്രൈഡേയിൽ നമ്മൾ അടുക്കളയിൽ കയറുന്നതിന് മുമ്പേ കുളിച്ചിട്ടൊക്കെയാണ് കയറാറ്. അപ്പോൾ നമ്മൾ കുളിയും ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കളയിലോട്ട് കയറാനായിട്ട്. അപ്പം ഇന്ന് ഒരുപാട് പണിയുള്ള ദിവസമാണ്. കാര്യം നാളെ റമളാനാകുമോ ഇല്ലേ എന്ന കൺഫ്യൂഷനിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ റമളാനാകുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ആയാലും ആയില്ലെങ്കിലും ഇന്നത്തെ ഇടയിൽ ഞാൻ അതിന് വേണ്ടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞു, ബ്രഷിങ് കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഉളു എടുക്കാണ് കേട്ടോ ഞാൻ. അപ്പം നമുക്ക് നമസ്കാരത്തിലേക്ക് പോവാം. അപ്പോൾ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഞാൻ എൻ്റെ മാല ഒന്ന് ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന മാല മാറ്റി വേറെ മാല എക്സ്ചേഞ്ച് ചെയ്തതാണ്. ഈ ഖുർആന് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങാനായിട്ട് നോക്കാം കേട്ടോ. കാര്യം ഭയങ്കര സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ടും, അതേപോലെ നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ. എവിടെയും നമുക്ക് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ നമ്മൾ പുറത്തെവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്ക് പാക്കിൽ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ സിമ്പിളായിട്ടുള്ളൊരു ഖുർആനാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ലിങ്ക് എൻ്റെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തന്നെ. വേണമെങ്കിൽ അടിച്ച് നോക്കിയാൽ മേ ബി കിട്ടുമായിരിക്കും കേട്ടോ. ആഫ്റ്റർ പ്രെയർ ഞാൻ എൻ്റെ സ്കിൻ കെയർ നോക്കാൻ കേട്ടോ. സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്യുകയാണ്. കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും യൂസ് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളല്ല ഞാൻ, എങ്കിലും ഈ സീസണിൽ ഞാൻ അത്യാവശ്യം നോക്കാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, കാണാം. തീർച്ചയായും ഗുഡ് സ്മെൽ മേക്ക് യുവർ ഡേ ഗുഡ് വൈബ്സ്. അതായത് നല്ലൊരു സ്മെല്ലുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് നല്ലൊരു വൈബായിരിക്കും കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, ഞാനെപ്പോഴും ട്രൈ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇതെൻ്റെ ഹെയർ സ്പ്രേ ആണ് കേട്ടോ. ഞാൻ മുടി കെട്ടി വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് ഹെയർ സ്പ്രേ ചെയ്തിട്ടാണ് മുടി ഇങ്ങനെ ക്ലിപ്പിട്ട് വെക്കാറ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്, റോസ്മേരി ലീവ്സൊക്കെ വെച്ചിട്ട്. എനിക്ക് ബെനഫിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ സൗദിയിലാണ്, എനിക്ക് മുടി കൊഴിയുന്നൊന്നുമില്ല. ഇത് യൂസ് ചെയ്തിട്ടാണോ എന്നറിയില്ല.
അപ്പോൾ ഈ ബോക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. അറബികൾ ഇങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്, അവർ നമുക്ക് തന്നതാണ്. ഇവിടെ അടുത്തുള്ള അറബികൾ തന്നതാണ് കേട്ടോ. അപ്പോൾ ഗിറ്റാണ്, റമളാൻ ഗിറ്റാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല, ഞാനത് ഓൾറെഡി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. നിറയെ സാധനങ്ങളുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്യാം. ഇവിടെ അറബികളൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഐ മീൻ സൗദികളൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ സക്കാത്ത് ചെയ്യും റമളാനിക്ക്. നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമ്മളും ചെയ്യണം ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ബിരിയാണിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സാധനങ്ങളാണ് ഞാൻ കാണിച്ചത്. വലിയ ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ബിരിയാണി റെസിപ്പി ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു വേറെ ബിരിയാണിയാണ്, വെറൈറ്റി ബിരിയാണിയാണ്. എൻ്റെ സ്വന്തം റെസിപ്പിയുമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി സ്പെഷ്യലായിട്ട് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ. അപ്പം നമ്മൾ ബിരിയാണിയും ക്ലീനിങ്ങും എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഒത്തിരി വീഡിയോ ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കുക്കിങ്ങും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യാത്തത്. ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത്, ഇവിടെ നോക്കിയിട്ട് കുക്ക് ചെയ്തതല്ല കേട്ടോ. പിന്നെ ഞാൻ ഒന്നേറെ ആഡ് ചെയ്യാത്തത് നമ്മളെ ഷാൻജിയോനെ പോലത്തെ ആളുകളൊക്കെ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ഓൾറെഡി ഒരുപാട് പേര് കണ്ട് ചെയ്യുന്നത്. അപ്പം നമ്മളെ ബിരിയാണി റെസിപ്പി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് നമ്മളെ ബെഡ്ഷീറ്റും തലേണ കവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മെഷീനിലോട്ട് ഇടുകയാണ്. ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട്, ഒത്തിരി ഉണ്ടെന്ന്. ഇന്ന് ഞാൻ എപ്പോൾ കുളിക്കും, എപ്പോൾ നമസ്കാരം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളിനി കുളിക്കണം എന്നില്ല. ഒന്ന് മേല് കഴുകിയോ, അഴുക്കുണ്ടായാൽ മേല് കഴുകിയിട്ട് നമസ്കരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയിട്ടെങ്കിലും നമസ്കരിക്കും. അപ്പോൾ ഒത്തിരി പണികളുണ്ട്. എപ്പോഴാണ് അത് കഴിയാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ കാര്യങ്ങൾ ചെയ്യാണ്. അതിനിടയ്ക്ക് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും മെഷീനിലേക്ക് ഡ്രസ്സ് ഇടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് ചെയ്യണം കേട്ടോ. എന്തായാലും റമളാനിൻ്റെ തലേ ദിവസമല്ലേ നമുക്ക്. ഇത് രണ്ടാമത് ഞാൻ ക്ലീൻ ചെയ്യാനിട്ടാണ് കേട്ടോ. ആദ്യത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി ഇത് രണ്ടാമത് വേറെ കുറച്ചുണ്ടായിരുന്നു, അതിട്ടാണ്. ഇനിയും ഉണ്ട് എൻ്റെ പ്രെയർ ഡ്രസ്സൊക്കെ എനിക്ക് ഇനിയും ഇടാനുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുകയാണ്. ഇതിൻ്റെ കൂടെ അതിടുന്നില്ല, അങ്ങനെ ഇടാറില്ല ഞാൻ. അപ്പം എല്ലാവരും റമളാനൊക്കെ അല്ലേ, അപ്പം നമ്മുടെ സെൽഫും നമ്മുടെ ഹോമൊക്കെ നന്നായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് കഷ്ടപ്പാടാണ്, എങ്കിലും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ മസാല ഇതാണ് കേട്ടോ. മസാല നല്ല ടേസ്റ്റുള്ള മസാലയാണ്. ആർക്കെങ്കിലും ഇത് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ അതിൻ്റെ റെസിപ്പി ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ ഈ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനൊരു ന്യൂ വ്ലോഗറാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും നിങ്ങൾ തരണം. നിങ്ങൾ എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റും ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലേ എനിക്ക് ഇനിയും വീഡിയോസ് ആഡ് ചെയ്യാനായിട്ടുള്ളൊരു എനർജിയൊക്കെ കിട്ടത്തുള്ളൂ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. പിന്നെ ന്യൂ വ്ലോഗർ ആയതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൂടെ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ചോറ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒരു സൂപ്പർ വിരിച്ചിട്ട് അതിലിട്ടിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഫുഡ് കഴിപ്പും കാര്യങ്ങളും നമസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഐ മീൻ ലുഹ്ർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാക്കി ക്ലീൻ ചെയ്യുന്ന കാര്യം. ഒത്തിരി ലേറ്റാവും. എനിക്ക് ചെയ്യുന്ന പണി നല്ല വൃത്തിയിൽ ചെയ്യുകയും വേണം. പിന്നെയാണെങ്കിൽ ഇന്ന് ഒത്തിരി പണിയുള്ള ദിവസമാണ്. നമ്മൾ നനച്ചുള്ളി എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഞാൻ ഒത്തിരി മൊത്തത്തിൽ വൃത്തിയാക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നാളെ റമളാനാവും എന്ന് തോന്നുന്നു. എന്താ അറിയില്ല കേട്ടോ, ഉറപ്പല്ല. അപ്പം ഞാൻ ഇന്ന് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ലേറ്റാവും. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും ഫുഡ് കഴിച്ച് കിടന്നിട്ടുണ്ട്. ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കിടക്കൂ എന്നൊരു തീരുമാനത്തിലാണ്. അപ്പോൾ നമുക്ക് ഓരോ പണികളും ഹാപ്പി ആയിട്ട് തന്നെ ചെയ്ത് തീർക്കാം. ഓക്കെ, അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. ബൈ.
പിന്നെ നമ്മളിതിൽ കാണിച്ചത് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രമാണ്. അത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും മേക്ക് ഓവർ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് പാർട്ട് 1 ആണ്. ഇതിൽ ക്ലീനിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന അത് പാർട്ട് 2 ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോയുടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നമസ്കരിച്ച് ഓത്തും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇന്ന് കരുതിയിട്ട് നമുക്ക് നമസ്കരിച്ച് ഓതാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഉറക്കമൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ച് ഓത്തും കാര്യങ്ങളൊക്കെ അങ്ങനെ തീർക്കാണ്. അപ്പം നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ലേറ്റായി പണികളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നപ്പോഴേക്കും. അങ്ങനെ നമുക്കൊരു ഷവർമ്മ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഷവർമ്മ ഒക്കെ കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങാണ്. ഇനി ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ ഓക്കെ, എല്ലാവരുടെ അടുത്തും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഓക്കെ, ബൈ.